ചെയ്യാൻ പോണത് ഒരു തമ്പനെയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളതാണ് കേട്ടോ. ഈസി എസ്തെറ്റിക് തമ്പനെയിലാണ് കേട്ടോ. ആദ്യം തന്നെ പിൻട്രസ്റ്റ് എന്നൊരു ആപ്പുണ്ട്, അതെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ആപ്പ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന തമ്പനെയിൽ ഒരു സ്റ്റഡി റുട്ടീനിന് വേണ്ടിയിട്ടുള്ളൊരു തമ്പനെയിലാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കണം. നിങ്ങളുടെ വീഡിയോയ്ക്ക് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഡെസ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇൻഷോട്ട് എന്നൊരു ആപ്പ് എടുത്ത് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ ഏതാണോ അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സൈസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക, കുറച്ച് ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് ക്യാൻവാസ് എന്നൊരു ഓപ്ഷനിൽ പോയി 6.4 എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് തമ്പനെയിൽ പറ്റിയത്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക, സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിക്കർ വെക്കാനുണ്ട്. എനിക്ക് അതിനാവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണോ ആവശ്യം അത് സെർച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഗേളിൻ്റെ ഇമേജാണ് എടുക്കുന്നത്, കാർട്ടൂൺ പോലത്തെ ഒരു ഇമേജാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതും പിൻട്രസ്റ്റ് എന്ന ആപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഈ തമ്പനെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ആപ്സാണ് വേണ്ടത്. പിൻട്രസ്റ്റ്, ഇൻഷോട്ട് ആൻഡ് ChatGPT ആണ്. 3 ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള തമ്പനെയിൽസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഡെയിൻമെയിൽ ലൈഫ് ആൻഡ് ഈവനിങ് സ്റ്റഡി വ്ളോഗൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കുറേ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ലാസ്റ്റ് ഇതിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട്. എന്നിട്ട് നേരെ ഇൻഷോട്ടിൽ പോവുക, ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കട്ടൗട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതൊന്ന് കട്ടൗട്ടായി കിട്ടും. ആ ഒരു ഇമേജ് മാത്രമായിട്ട് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട്. എന്നിട്ട് മറ്റേ ഇമേജിലോട്ട് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ പിപ്പെന്ന് കൊടുത്തിട്ട് ആ ഒരു ഇമേജ് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോ ഒന്നും മര്യാദക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സേവ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുത്താൽ സേവ് ആവും. എന്നിട്ട് നമ്മൾ നേരെ ChatGPTയിലോട്ട് പോകണം. ChatGPT പോയി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 ഇമേജ് കൊടുക്കണം. ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ ഇമേജും സെക്കൻഡ് ഒരു റെഫറൻസ് ഇമേജുമാണ്. റെഫറൻസ് ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് റൈറ്റിങ്സാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി കേട്ടോ, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മതി ChatGPTനോട്. ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമേജ് റൈറ്റ് സൈഡിൽ പോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആദ്യ ഒരു ഇമേജ് വന്നായിരുന്നു, അത് ശരിയായില്ല. ടൈപ്പ് ചെയ്തത് കുറച്ച് ചെറുതായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ChatGPTനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്താൽ ഗാലറിയിലോട്ട് അതായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മുടെ തമ്പനെയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.